പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാർത്ഥികളുടെ സുരക്ഷിത ഭാവി മുന്നിൽ കണ്ട് നിരവധി മാറ്റങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇടുക്കി ജില്ലയിലും പരിശോധന ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികൾ സുരക്ഷിതമായി സ്കൂളിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. ജൂൺ 1 സ്കൂൾ തുറക്കാനിരിക്കെ മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളെല്ലാം തന്നെ. എങ്ങനെയാണ് ഇത്തവണത്തുള്ള ഒരു പരിശോധനകളൊക്കെ? ഇത്തവണ നമ്മൾ 2 ഘട്ടമായിട്ട് വാഹന പരിശോധന അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും സർക്കാർ തന്നെ നിർദ്ദേശം പ്രാവശ്യം തന്നിട്ടുണ്ട്. എല്ലാ സ്കൂളുകളുടെ ബസ്സുകളും പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിന് നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ അധ്യയന വർഷത്തിൽ സർവീസ് തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായ സർക്കാർ നിർദ്ദേശം തന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദേവികുളം താലൂക്കിന്റെ കീഴിലുള്ള സ്കൂൾ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ 20-ാം തീയതി മൂന്നാറിൽ ഇന്ന് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാറിലെ ഭാഗങ്ങളിലുള്ള EABകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിശോധന സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ 22-ാം തീയതി അടിമാലി ഭാഗത്തുള്ള സ്കൂൾ ബസ് വാഹനങ്ങൾക്ക് പരിശോധന സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിയമങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്പീഡ് ഗവർണർ, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്, അതേപോലെ പുതുതായിട്ട് വന്നിരിക്കുന്ന ക്യാമറ, മുൻപിലും പുറകിലും ക്യാമറ വേണം, പിന്നെ ഉള്ളില് കാണുന്ന ക്യാമറയും വേണം. അതേപോലെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ, പലപ്പോഴും വാഹനത്തിന്റെ ഫ്രണ്ടില് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. സൈഡിലും 2 സൈഡിലും പുറകിലും ഒക്കെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. പക്ഷെ ഈ ഫ്രണ്ടിലെ ബ്ലൈൻഡ് സ്പോട്ട് പലപ്പോഴും കുട്ടികൾക്ക് സ്വതവേ നമ്മുടെ അത്രയും മുതിർന്ന ആളുകളുടെ അത്രയൊന്നും പൊക്കം ഉണ്ടാവത്തില്ല. അപ്പൊ കൂടുതലും ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ വരുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ കിട്ടത്തില്ല. അപ്പൊ ആ ബ്ലൈൻഡ് സ്പോട്ട് കാണുന്ന ഒരു മിറർ ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം പുതിയ മാനദണ്ഡമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ കൃത്യമായിട്ടൊരു ട്രാൻസ്പോർട്ടേഷന്റെ ചാർജിന് വേണ്ടിയിട്ട് ഒരു അധ്യാപകനെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്കൂളില് കുട്ടികൾ എങ്ങനെയാണ് വരുന്നത്, അവൻ സ്കൂളിലേക്ക് വരുന്ന മാർഗം എങ്ങനെയാണെന്ന് കൃത്യമായ അധ്യാപകൻ അറിഞ്ഞിരിക്കണം. അതേപോലെ ആ വാഹനത്തിൽ ഒരു രജിസ്റ്റർ, പോകുന്ന വാഹനങ്ങളിലെല്ലാം ഒരു രജിസ്റ്റർ, അതിൽ എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികൾ പോകുന്നുണ്ട്, അവരുടെ ഫോൺ നമ്പർ അടക്കം എഴുതി വെക്കണമെന്ന് ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ മൂന്നാറിലെ ഒരു 25ഓളം വണ്ടികൾ വന്നിട്ടുണ്ട്. അതില് ഭൂരിഭാഗം വണ്ടികളും ഫിറ്റാണ്. ഒരു 5-6 വണ്ടികൾക്ക് കുറച്ച് മാനദണ്ഡങ്ങൾ കുറവായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 7 ദിവസത്തിൽ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത്. ഈ ആയമാരുടെ സേവനം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ ബസ്സിൽ. ഇപ്പൊ ഡ്രൈവർക്ക് ഈ കുട്ടി ഇറങ്ങുന്നതിനെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കയറുന്നതിനെ ശ്രദ്ധിക്കാനോ കഴിയത്തില്ല. അപ്പൊ വാതിലിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നു. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം റോഡിലേക്കാണ് ഇറങ്ങുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ കാണുന്ന അങ്ങോട്ട് ഓടിപ്പോകാനും അങ്ങോട്ട് ഓടിയെടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ കുട്ടികളെ റോഡിൽ ഇറക്കി വിട്ടാൽ മാത്രം പോരാ, അത് സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിക്കണം. അപ്പൊ ചിലപ്പോൾ റോഡിന്റെ അപ്പുറത്തായിരിക്കും കുട്ടിയുടെ വീട്. സുരക്ഷിതമായ റോഡ് ക്രോസ് ചെയ്യിച്ച് കൊണ്ടുപോയി സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആയയുടെ ചുമതല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിലപ്പോ വാഹനത്തിലിരുന്ന് കുട്ടികൾ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്, ശരിയായ സ്റ്റോപ്പിൽ ഇറങ്ങി പോകാത്ത അവസ്ഥയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഈ ആയക്ക് സാധിക്കും. അപ്പൊ കൃത്യമായിട്ട് വാഹനത്തിൽ പോകുന്ന കുട്ടികളുടെ രജിസ്റ്റർ ഉണ്ടെങ്കിൽ, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നുള്ള കാര്യം ആ രജിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതേപോലെ അവരുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിലും ഒക്കെ മാതാപിതാക്കൾ ചിലപ്പോൾ വാഹനം നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറയാൻ സാധിക്കാനും ഒക്കെ ഈ ഒരു ആയയുടെ സേവനം, ഹെൽപ്പറിന്റെ സേവനം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എല്ലാ വാഹനങ്ങളിലും ഡോർ അറ്റൻഡർ, എത്ര ഡോറുണ്ടോ
ആ ഡോറിനൊക്കെ മിക്കവാറും EIB-കൾക്കെല്ലാം ഒരു ഡോറേ ഉണ്ടാവുള്ളൂ. അതായത് അതുകൊണ്ട് എന്തെങ്കിലും മിനിമം ഉണ്ടായിരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ. എത്ര ഡോർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഹെൽപ്പറെ ആവശ്യമാണെന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. തോട്ടം മേഖലയിലെ ഉൾമേഖലകളൊക്കെ ഉണ്ടല്ലോ തോട്ടം, അപ്പോൾ അവിടെ ഈ സ്കൂൾ ബസ്സുകൾ എത്താത്ത മേഖലകളുണ്ട്. അപ്പോൾ അവിടെ സർവീസ് നടത്തുന്നത് ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ ജീപ്പുകളൊക്കെയാണ്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം തന്നെ അതിൻ്റെ എല്ലാം ഫിറ്റ്നസ് പരിശോധിക്കും. അതിൻ്റെ എല്ലാം ഫിറ്റ്നസ് സാധാരണ നോക്കുന്നത് പോലെ തന്നെ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ ഈ പീരിയോഡിക്കലായിട്ടുള്ള നമ്മുടെ പരിശോധനകളിൽ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. വാഹന പരിശോധനകൾ നടക്കുമ്പോൾ പരിശോധിക്കുന്നുണ്ട്. അവർക്കായും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ബോർഡ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്. കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന പ്രവണത കാണുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശക്തമായ നടപടി എടുക്കുന്നുണ്ട്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ ഒരു അഡൽട്ടിന്റെ സീറ്റ് 2 പേർക്കായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമ്മൾ അനുവദിക്കത്തില്ല. പരിശോധനയ്ക്ക് വിധേയമാകുന്ന വാഹനങ്ങൾ മാത്രമായിരിക്കും സർവീസ് നടത്താൻ സാധിക്കുക അല്ലേ? യെസ്, സർവീസ് നടത്താനായിട്ട് നമ്മൾ ജൂൺ 1 മുതൽ ഇങ്ങനെ പരിശോധന നടത്താത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ എന്നുള്ള കർശന പരിശോധന ജൂൺ 1 മുതൽ നടത്തുന്നതായിരിക്കും. ഏതായാലും ജൂൺ 1 മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധനകൾക്ക് വിധേയമാകാത്ത വാഹനം നിരത്തിറങ്ങാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.